നാലാം ക്ലാസ്സുകാരന്റെ കരവിരുതിൽ സ്കൂളിൽ നിന്ന് പിരിഞ്ഞുപോകുന്ന അധ്യാപകന് വീടിന്റെ മാതൃക നിർമ്മിച്ച് സമ്മാനിച്ചു. പാടൂർ വാണിവിലാസം UP സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് ജാസിമിന്റെ കരവിരുതിലാണ് PM ജാബിർ എന്ന അധ്യാപകന് സ്നേഹഭവനത്തിന്റെ മാതൃക നിർമ്മിച്ച് സമ്മാനിച്ചത്. കാർഡ്ബോർഡ് ഷീറ്റ് കൊണ്ടും പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുമാണ് മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത്. കൃത്രിമ പുല്ല് ഉപയോഗിച്ചുകൊണ്ട് മുറ്റം ഭംഗിയാക്കിയിട്ടുണ്ട്. സ്കൂളിന്റെ വാർഷികാഘോഷത്തിന്റെ നോട്ടീസിൽ നിന്ന് ലഭിച്ച മാഷിന്റെ ഫോട്ടോ കൂടി ചേർത്ത് ഒരുക്കിയ വീടിന് ജാസിം ഹൌസ് എന്ന പേരാണ് നൽകിയിട്ടുള്ളത്. പെർമനന്റ് മാർക്കർ പേന ഉപയോഗിച്ചാണ് മുറ്റത്ത് ടൈലുകൾ വേർതിരിച്ചിട്ടുള്ളത്. പ്രധാന കവാടത്തിൽ പടിപ്പുരയും ഗേറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. വീടിനെ ഭംഗിയാക്കാൻ LED ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടുമുണ്ട്. വീടിന്റെ പിൻഭാഗത്ത് ഹെലിപാഡും ഒരുക്കിയിരിക്കുകയാണ് മുഹമ്മദ് ജാസിം. വീടിന്റെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന 2 കാർ പോർച്ചുകളിൽ ഒരേ സമയം 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാവുന്ന നിലയിലാണ് സജ്ജമാക്കിയിരിക്കുന്നത്. 2 സ്വിമ്മിംഗ് പൂളുകളുടെ മാതൃകയും നിർമ്മിച്ചിട്ടുണ്ട്. ഈ വർഷം സ്കൂളിൽ നിന്നും വിരമിക്കുന്ന തന്റെ പ്രിയപ്പെട്ട അധ്യാപകനായ PM ജാബിർ മാഷോടുള്ള ഇഷ്ടം കൊണ്ടാണ് തന്റെ സ്വപ്നഭവനം സമർപ്പിക്കുന്നതെന്ന് മുഹമ്മദ് ജാസിം പറഞ്ഞു. ജാബിർ മാഷ് പിരിഞ്ഞു പോയപ്പോ എനിക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓർമ്മക്കായിട്ട് ഇതുകൊണ്ട് വെച്ച് ഫസ്റ്റ് ഒരു നോട്ടീസ് കിട്ടിയപ്പോൾ ഒരു വീടിന്റെ ചിത്രം കിട്ടി. അപ്പൊ എനിക്കൊരു ഐഡിയ തോന്നി ഇങ്ങനത്തെ ഒരു വീട് ഉണ്ടാക്കാം. ജാബിർ മാഷ് സ്കൂളിൽ ഒരു നോട്ടീസ് കിട്ടി. അപ്പൊ അതിൽ നിന്ന് വെട്ടിയെടുത്തിട്ട് ഒട്ടിച്ച് സ്കൂളിൽ കിടക്ക് കൊണ്ടുപോകാൻ ഇതുകൊണ്ടായ ജാബിർ മാഷിന് ഒരു ഇതല്ലേ, അതുകൊണ്ട് ജാബിർ മാഷിനെ വെട്ടിയെടുത്തൊട്ടിച്ച് അങ്ങനെയൊക്കെ വീട്. വല്ലുമ്മയെക്കൊണ്ട് നാടമുറിപ്പിച്ച് ഭവനം തുറന്നുകൊടുത്തത് കൊച്ചു മനസ്സിന്റെ നിഷ്കളങ്കതയെയാണ് സൂചിപ്പിക്കുന്നതെന്ന് മാതാപിതാക്കൾ അഭിപ്രായപ്പെട്ടു. പാടൂർ അലീമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനായ പാടൂർ പണിക്ക വീട്ടിൽ പയ്യാക്കൽ മോസിൻ ജസീല ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ.